ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈല് കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഇതാ 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല, ചെറിയ ഉള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് മുഴുവനായും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. ഇനി 2 ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ബീഫൊക്കെ തയ്യാറാക്കുമ്പോൾ മല്ലിപ്പൊടി അധികം ഇട്ട് കൊടുക്കുന്നത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല കൂടിയാണ്. ഇനി ഇതെല്ലാം നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ബീഫ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ബീഫെല്ലാം വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി, ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ഒരു ഉണ്ട വെളുത്തുള്ളി കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.